ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ എന്തായാലും വൺ ട്വിസ്റ്റാണ് നടന്നിരിക്കുന്നത്. ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് മിഡ് വീക്ക് എവിക്ഷനിലുള്ളവരോട് തങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ പെർഫോമൻസിൽ തൃപ്തരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പാർട്ട്നേഴ്സ് ആണല്ലോ ഇവർ 6 പേർക്ക് വേണ്ടിയും ടാസ്കുകൾ ചെയ്യുന്നത്. മിഡ് വീക്ക് എവിക്ഷനിലുള്ള 6 പേരിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന 2 പേരാണ് ശാരികയും അനീഷും. അതിൽ ശാരിക വന്നിട്ട് ഇന്നത്തെ ടാസ്കിലെ ബിന്നിയുടെ പെർഫോമൻസിൽ ഒട്ടും തൃപ്തിയല്ലെന്ന് പറയുന്നുണ്ട്. അതിലൊരു ചെറിയ തർക്കമൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് അനീഷിനോടും ചോദിക്കുന്നുണ്ട് പാർട്ട്നേഴ്സിൽ തൃപ്തരാണോ എന്ന്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എൻ്റെ 2 പാർട്ട്നേഴ്സിലും ഞാൻ തൃപ്തരല്ല. ശരത്ത് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാങ്ക് ആയി പോകുകയാണ്. അതുപോലെ തന്നെ അനുമോള് തന്നെ തോൽപ്പിക്കാനായി വേണമെന്ന് വെച്ചാണ് ടാസ്കുകൾ ചെയ്യുന്നതെന്നും പറഞ്ഞു. ഇന്നലത്തെ കോയിൻ വേട്ട എന്ന ടാസ്കിൽ അനുമോള് നീപ്പാട് പോലും ധരിക്കാതെയാണ് മഡ്പിറ്റിലേക്ക് കടന്നതെന്നും പിന്നീട് അനീഷിന് അനുമോളോട് ദേഷ്യപ്പെടേണ്ടി വരെ വന്നുവെന്നും പറയുന്നുണ്ട്. ശരത്താകട്ടെ കീ കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമെടുത്തുവെന്നും ഇവർ 2 പേരും തന്നെ ഔട്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്നൊക്കെയാണ് ഇപ്പോൾ അനീഷ് പറയുന്നത്. എന്തായാലും ഇത് കേട്ട് ശരത്തിനും അനുമോൾക്കും നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ട്. ശരത്ത് എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലത്തെ ടാസ്കിൽ കീ കിട്ടുക എന്നുള്ളത് ഒരു ലെക്കാണ്. പക്ഷെ ആ ലെക്ക് എന്തുകൊണ്ടോ അനുമോൾക്കും ശരത്തിനും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നത്തെ ടാസ്ക് നോക്കുകയാണെങ്കിൽ അനുമോളും ശരത്തും പ്ലാൻ ചെയ്തിരുന്നത് ഫ്രിഡ്ജിൽ വെക്കാവുന്ന സാധനങ്ങൾ മാത്രം എടുക്കാനാണ്. എന്നാൽ അനീഷിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ സാധനങ്ങളും എടുത്തതെന്നും അതുകൊണ്ടാണ് പോയിന്റ് കുറഞ്ഞതെന്നും എന്നിട്ടും 3-ാം സ്ഥാനമെങ്കിലും കിട്ടിയെന്ന് പറയുന്നുണ്ട്. അനുമോളും പറയുന്നുണ്ട്, ഇന്നലെ മഡ്പിറ്റിൽ ചാടിയിട്ട് കൈയും കാലും ഒക്കെ മുറിഞ്ഞു. എന്നിട്ടും ഇയാൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് അവസാനം ഇറങ്ങിയിട്ട് പോലും 3 കോയിനുകൾ കണ്ടുപിടിച്ചു കൊടുത്തു. എന്നിട്ടും നന്ദിയില്ലാത്തൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് അനുമോളും ശരത്തും ഒക്കെ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അനീഷ് അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ പെർഫോമൻസിൽ ഞാൻ തൃപ്തരല്ലെന്ന് ഇവിടുത്തെ വേറെ കണ്ടസ്റ്റൻസിനോടോ അല്ലെങ്കിൽ ക്യാമറയിലോ അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ പറഞ്ഞ് നിങ്ങളുടെ മോട്ടിവേഷനോ ഞാൻ കളഞ്ഞിട്ടില്ല. ഇപ്പോൾ ബിഗ് ബോസ് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അത് പറയാൻ വേണ്ടി ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ അനീഷ് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ പാർട്ട്നേഴ്സിനെ മാറ്റി എനിക്ക് വേണ്ടി സ്വയം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന്. കാരണം അല്ലെങ്കിൽ എൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് പറയുന്നുണ്ട്, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. പാർട്ട്നേഴ്സിനെ റീഷഫിൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിനായിട്ട് ഒരു ബൗളും പേപ്പറും പേനയും നൽകുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെയും പേര്, അതായത് മിഡ് വീക്ക് എവിക്ഷനിലുള്ള 6 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും പേരെഴുതി നറുക്കിട്ടെടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. നറുക്കെടുക്കുമ്പോൾ ആദ്യത്തെ പാർട്ട്ണറെ തന്നെയാണ് ഈ പ്രാവശ്യവും കിട്ടിയതെങ്കിൽ വീണ്ടും നറുക്കെടുക്കേണ്ടതാണ്. അങ്ങനെ രേണുസുതിക്ക് ഈ തവണ ലഭിച്ചിരിക്കുന്നത് ഷാനവാസിനെയും നെവിനെയുമാണ്. സാരികയ്ക്ക് ലഭിച്ചത് അക്ബറിനെയും അനുമോളെയും. ശാരികയ്ക്ക് ലഭിച്ചത് ബിൻസിനെയും അഭിലാഷിനെയും. ഒനീലിന് ലഭിച്ചത് ജിസേലിനെയും ആര്യനെയുമായിരുന്നു. റെന ഫാത്തിമയ്ക്ക് ലഭിച്ചത് ശരത്തിനെയും ബിന്നിയെയുമാണ്. അനീഷിന് ഇത്തവണ ലഭിച്ചത് ശൈത്യയും ആദില ആൻഡ് നൂറേനെയുമാണ്. എന്തായാലും മിഡ് വീക്ക് എവിക്ഷന് വേണ്ടി ഇനി ഒരു ദിവസവും കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഒരു ടാസ്കും കൂടി നടക്കാൻ സാധ്യതയുണ്ട്. ആ ടാസ്കിൽ പുതിയ പാർട്ട്നേഴ്സിനെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ അനീഷിനും ശാരികയ്ക്കും ഈ മിഡ് വീക്ക് എവിക്ഷനിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ.